തമിഴിലെ 10 മികച്ച ത്രില്ലർ സിനിമകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിലാദ്യമായി ബ്ലാക്ക്മെയിൽ. ജി.വി. പ്രകാശ് കുമാർ, തേജു അശ്വിനി, ശ്രീകാന്ത് എന്നിവരാണ് ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്. ജി.വി. പ്രകാശ് അവതരിപ്പിക്കുന്ന മണി എന്ന കഥാപാത്രം ജോലി ചെയ്യുന്നത് മരുന്ന് വിതരണക്കാരനായ വെറ്റൈ മുത്തുകുമാറിന്റെ അടുത്താണ്. മണിയുടെ കാമുകി രേഖ ഗർഭിണിയാകുന്നതോടുകൂടി തന്റെ കുടുംബത്തെ രക്ഷിക്കുന്നതിനു വേണ്ടി മണിക്ക് കൂടുതൽ പണം സമ്പാദിക്കാനുള്ള കഠിന ശ്രമങ്ങൾ തുടങ്ങേണ്ടി വരുന്നു. മറുവശത്ത് അശോക് എന്ന വ്യക്തിയുടെ മകളെ ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോകുന്നതോടെ കഥ മാറുകയാണ്. പരസ്പര ബന്ധമില്ലാത്ത ഈ കഥാപാത്രങ്ങൾ എങ്ങനെ കണ്ടുമുട്ടുന്നു എന്നതാണ് സിനിമയുടെ കാതൽ. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല സിനിമയാണിത്. അടുത്തായി സ്കൂൾ. യോഗി ബാബു, ഭൂമിക ചൗള, കെ.എസ്. രവികുമാർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ആർ.കെ. വിദ്യാധരൻ സംവിധാനം ചെയ്ത ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണിത്. പണ്ട് ഇതേ സ്കൂളിൽ പഠിച്ചിരുന്ന 2 വിദ്യാർത്ഥികൾ മരിച്ചതിന് ശേഷം അധ്യാപകരായി തിരിച്ചുവരുന്നതാണ് ഇതിന്റെ പ്രധാന പ്രമേയം. സാധാരണ കണ്ടുവരുന്ന കോമഡി ചിത്രങ്ങളിൽ നിന്നും മാറി യോഗി ബാബുവിന്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രകടനം കൂടി ഈ സിനിമയിൽ കാണാൻ പറ്റും. സസ്പെൻസ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണിത്. അടുത്തായിട്ട് ഇന്ദിര. വസന്ത് രവിയും മെഹ്റീൻ പിർസാദയുമാണ് ഈ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇതൊരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ്. ശബരീഷ് നന്ദയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അഴിമതി നിറഞ്ഞ ഒരു നഗര പശ്ചാത്തലത്തിൽ നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു യുവാവിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. കുറ്റകൃത്യങ്ങളും ചതിക്കുഴികളും നിറഞ്ഞ ഈ ലോകത്ത് അയാൾക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളാണ് സിനിമയുടെ കാതൽ. തന്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അപ്രതീക്ഷിതമായ ടെസ്റ്റുകളും നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളുമൊക്കെയാണ് ഇന്ദിരയെ കാത്തിരിക്കുന്നത്. ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒട്ടും ബോറടിക്കാതെ തന്നെ കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ത്രില്ലർ സിനിമയാണിത്. സറണ്ടർ. ദർശൻ ലാൽ, സുജിത് ശങ്കർ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. ഒരു പോലീസ് യൂണിറ്റും ഒരു അധോലോക സംഘവും തമ്മിൽ 5 ദിവസങ്ങളായി നടക്കുന്ന ഉദ്വേഗഭരിതമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ സിനിമയുടെ കാതൽ. അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങളും വൈകാരികമായിട്ടുള്ള വെല്ലുവിളികളും നിറഞ്ഞ ഈ 5 ദിവസങ്ങൾ ഒടുവിൽ ഒരു വലിയ ഏറ്റുമുട്ടലിലേക്കാണ് ചെന്നെത്തുന്നത്. ആക്ഷനൊപ്പം തന്നെ കഥാപാത്രങ്ങളുടെ മാനസിക സംഘർഷങ്ങളും മികച്ച രീതിയിൽ ചിത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മികച്ച ആക്ഷൻ ക്രൈം ത്രില്ലർ സിനിമയാണിത്. അടുത്തായിട്ട് ലോറ. അശോക് കുമാർ ബാലകൃഷ്ണ അഭിനയിച്ച സസ്പെൻസ് ത്രില്ലർ സിനിമയാണിത്. മണിമൂർത്തിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. കാരയ്ക്കൽ കടൽത്തീരത്ത് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അഴുകിയ ഒരു സ്ത്രീയുടെ മൃതദേഹം വന്നടിയുന്നതോടെയാണ് സിനിമ ആരംഭിക്കുന്നത്. ഇൻസ്പെക്ടർ കാർത്തികേശൻ ഈ കേസ് ഏറ്റെടുക്കുന്നതും തുടർന്നുണ്ടാകുന്ന നിഗൂഢതകളുമാണ് ചിത്രം പറയുന്നത്. ആ മൃതദേഹം ആരുടേതാണ്, കൊലപാതകത്തിന് പിന്നിലെ ലക്ഷ്യം എന്താണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും പുതിയ പുതിയ വഴിത്തിരിവുകളിലൂടെയാണ് ചിത്രം മുന്നോട്ടു പോകുന്നത്. അടുത്തായിട്ട് ട്രെൻഡിങ്. കലീരശൻ നായകനായ ഒരു സൈക്കോളജിക്കൽ ടെക്നോ ത്രില്ലർ ചിത്രമാണിത്. എപ്പോഴും ട്രെൻഡിംഗ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്ളോഗർ ദമ്പതികളുടെ കഥയാണ് സിനിമ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നതിന് വേണ്ടി ഇവർ ചെയ്യുന്ന അതിസാഹസികമായ കാര്യങ്ങളും അതവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതുമാണ് സിനിമയുടെ പ്രമേയം. ഈ സിനിമ ഇന്നത്തെ തലമുറയ്ക്ക് നൽകുന്ന വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ്. സോഷ്യൽ മീഡിയയുടെ ഡാർക്ക് സൈഡ് കാണിച്ചു തരുന്ന ഒരു മികച്ച ത്രില്ലറാണിത്. അടുത്തായിട്ട് സട്ടം എൻ കയ്യിൽ. സതീഷ് നായകനായി 2024 പുറത്തിറങ്ങിയ ഒരു മികച്ച ക്രൈം ത്രില്ലർ സിനിമയാണിത്. ഗൗതം എന്ന യുവാവ് അപ്രതീക്ഷിതമായി ഒരു അപകടത്തിൽപ്പെടുകയും ഒരു മൃതദേഹം തന്റെ കാറിൽ ഒളിപ്പിക്കേണ്ടി വരികയും ചെയ്യുന്നിടത്താണ് കഥ തുടങ്ങുന്നത്. എന്നാൽ മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന് പോലീസ് അയാളെ പിടികൂടുകയും കാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. തന്റെ കാറിനുള്ളിൽ മൃതദേഹം ഇരിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ കുടുങ്ങിപ്പോകുന്ന ഗൗതമിന്റെ അവസ്ഥ സിനിമയിൽ വലിയ ഉദ്വേഗം നിറയ്ക്കുന്നുണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ സസ്പെൻസ് നിലനിർത്തുന്ന ഒരു മികച്ച ത്രില്ലർ അനുഭവമാണ് ഈ ഒരു ചിത്രം. ഒരു നൊടി. ബി മണിവർമ്മൻ രചനയും സംവിധാനവും നിർവഹിച്ച ഈ ചിത്രത്തിൽ തമൻകുമാർ, M.S. ഭാസ്കർ എന്നിവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. മധുരയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ കഥ ആരംഭിക്കുന്നത് ശകുന്തള എന്ന സ്ത്രീയുടെ ഭർത്താവിനെ ഒരു വലിയ തുകയുമായി കാണാതാകുന്നതോടെയാണ്. ഇൻസ്പെക്ടർ പരിധി ഇളമാരൻ ഈ കേസ് അന്വേഷിക്കാൻ ഇറങ്ങുന്നതോടെ കഥ സങ്കീർണമാകുന്നു. ഒരു വശത്ത് കാണാതായ ആളെ തിരയുമ്പോൾ മറുവശത്ത് ഒരു യുവതിയുടെ കൊലപാതകവും അന്വേഷണത്തിലേക്ക് കടന്നുവരുന്നു. ഓരോ നിമിഷവും പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താൻ ഈ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. അടുത്തായിട്ട് DNA. നെൽസൺ വെങ്കടേശൻ സംവിധാനം ചെയ്ത ഈ ആക്ഷൻ ത്രില്ലർ അഥർവ, നിമിഷ സജയൻ എന്നിവർ പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ച സിനിമയാണ്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു യുവതി തന്റെ പ്രസവത്തിന് ശേഷം കുഞ്ഞു മാറിപ്പോയി എന്ന് വിശ്വസിക്കുന്നിടത്താണ് ചിത്രം തുടങ്ങുന്നത്. അവളുടെ മാനസികാവസ്ഥ കാരണം മറ്റാരും ഇത് വിശ്വസിക്കുന്നില്ലെങ്കിലും അവളുടെ ഭർത്താവ് തന്റെ കുഞ്ഞിനെ കണ്ടെത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. സമയം അതിവേഗം കടന്നു പോകുമ്പോൾ തന്റെ യഥാർത്ഥ കുഞ്ഞിനെ കണ്ടെത്താൻ അയാൾക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും അപകടങ്ങളുമാണ് സിനിമ പറയുന്നത്. ഒരു മെഡിക്കൽ മിസ്റ്ററിക്കൊപ്പം തന്നെ മികച്ച ആക്ഷൻ രംഗങ്ങളും ഉൾപ്പെടുത്തിയ ഈ സിനിമ തീർച്ചയായും കണ്ടിരിക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ്. അവസാനമായി ഹിറ്റ് ലിസ്റ്റ്.
2024 പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണിത്. സൂര്യ കതിർ, കെ കാർത്തികേയൻ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ശരത് കുമാർ, വിജയ് കനിഷ്ക എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്നത്. വിജയ് എന്ന യുവാവിന്റെ കുടുംബത്തെ മുഖംമൂടി ധരിച്ച ഒരാൾ തട്ടിക്കൊണ്ടുപോകുന്നതോടെയാണ് സിനിമ ആരംഭിക്കുന്നത്. തന്റെ ശത്രുക്കളെ ഓരോരുത്തരെയായി വധിക്കാൻ വിജയിയെ നിർബന്ധിക്കുന്ന തട്ടിക്കൊണ്ടുപോയ വ്യക്തിയുടെ വിചിത്രമായ പ്രതികാര പദ്ധതിയാണ് സിനിമയുടെ കാതൽ. കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി വിജയ് ഈ കൊലപാതകങ്ങൾ ചെയ്യാൻ നിർബന്ധിതരാവുകയാണ്. യാത്രക്കിടയിൽ തട്ടിക്കൊണ്ടുപോയ വ്യക്തി ആരാണ് എന്നും അയാളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്നും വിജയ് തിരിച്ചറിയുന്നിടത്താണ് സിനിമയുടെ സസ്പെൻസ്. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സിനിമയാണിത്. ഇതിൽ പരിചയപ്പെടുത്തിയ സിനിമകളിൽ നിങ്ങൾ ഏതൊക്കെ കണ്ടു എന്നുള്ളതും ഏതൊക്കെ ഇഷ്ടമായി എന്നുള്ളതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.